ഇന്ന് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. ചേമ്പ് കൊണ്ട് നമുക്കൊരു ചേമ്പ് കറി അല്ലെങ്കിൽ ചേമ്പ് വസ്ത്രം ഉണ്ടാക്കാം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു വസ്ത്രമാണ്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റാം. അതിന് കൈ ചൊറിയാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് ഇത് വൃത്തിയാക്കി എടുക്കാം. ചേമ്പെല്ലാം കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇത് നമുക്ക് പീസാക്കി കട്ട് ചെയ്യണം. ഈ ചേമ്പ് അധികം ചൊറിച്ചിലൊന്നും ഇല്ലാത്ത നല്ല ചേമ്പാണ്. കേരളത്തിൽ നിന്നും വന്ന ചേമ്പാണിത്. ഇത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ചെറിയ ചേമ്പൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. എല്ലാ ചേമ്പും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ചേമ്പിലെ പശവശപ്പ് മാറാനായിട്ടാണ് വീണ്ടും ഇതൊന്ന് കഴുകുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലെടുക്കാം. വസ്ത്രം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത ചേമ്പ്, കറിവേപ്പില, 3 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ, 3 കുടംപുളി നല്ല ചൂടുവെള്ളത്തിൽ കുതിരാൻ ഇട്ടതാണ്. ഇത് അരമണിക്കൂറായി ഇത് കുതിർന്നതിൻ്റെ ചാറ് നമുക്ക് പിഴിഞ്ഞെടുക്കണം. പിന്നെ വെള്ളം ആവശ്യത്തിന്, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക് വറുക്കാനായി 2 ഉണക്കമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, തേങ്ങയുടെ കൂടെ അരയ്ക്കാനായി വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി മതി. ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെളുത്തുള്ളി ചേർക്കും. പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്. ഇത്രയും സാധനമാണ് ഇതുണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പ്. ഇപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് കറി വേകാറാകുമ്പോൾ ബാക്കി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ 3 പച്ചമുളക് ചേർക്കണം. അതൊന്ന് കീറി ചേർക്കാം. 3 പച്ചമുളക് കീറിയതും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി സ്റ്റവ് കത്തിച്ച് പാത്രം അതിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കുക. ചേമ്പിന് ഭയങ്കര വേവില്ല, എന്നാലും വേഗമുണ്ട്. ഈ സമയം നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പരയ്ക്കാം. ജാറെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ, ഈ സ്പൂണിന് 1 ടീസ്പൂൺ ജീരകം, ഒരു വലിയ വെളുത്തുള്ളി, 2 ചെറിയ ചുമന്നുള്ളി, തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായി അരച്ചെടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. ഈ സമയം നമുക്കിത് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. കുറച്ചുകൂടെ വേകാനുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കും.
നോക്കാം. ചേമ്പെല്ലാം വെന്തിട്ടുണ്ട്. ഒരുപാട് ഇളക്കിയാൽ അതെല്ലാം പൊടിഞ്ഞു പോകും. നമുക്ക് ഈ സമയം അരച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. കുടംപുളി വെള്ളം ഇതിൽ കിടന്നൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. അടച്ചു വെച്ച് അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ചേമ്പെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം. ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചേനയസ്ത്രം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ലേശം ഉപ്പും കൂടെ ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ചേമ്പ് ഒഴിച്ച് കറി റെഡി. ഇനി നമുക്കിതിൽ കടുക് വറുത്ത് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകും. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും, കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് മുളക്, ചെറുള്ളി അരിഞ്ഞത്, കറിവേപ്പിലയും ചേർക്കും. കറിയിലേക്ക് ചേർക്കാം. അടച്ചു വെച്ച് തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചേമ്പ് കറി അഥവാ ചേമ്പ് വസ്ത്രം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. വസ്ത്രം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എത്ര നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.